ഈ വന്ന കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനുമൊക്കെ ജോലി ഉണ്ടാകാം. അവർ അവരുടെ ജോലിക്ക് വേണ്ടി എല്ലാ ദിവസവും രാവിലെ പോവുകയും ചെയ്യും. ഞാനൊരു ചെറിയ കഥ പറയാം. ഒരിക്കലൊരു പിതാവ് തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഏറെ വൈകി അദ്ദേഹം വീട്ടിൽ വന്ന് ചാരുകസേരയിൽ ചാരി അങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ ഇളയ കുട്ടി വന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അച്ഛൻ 1 മണിക്കൂർ ജോലി ചെയ്താൽ കമ്പനി എത്ര രൂപയാണ് തരുന്നതെന്ന്. അച്ഛൻ പറഞ്ഞു, എനിക്ക് 1 മണിക്കൂറത്തെ വേതനം എന്ന് പറയുന്നത് ഏകദേശം 100 രൂപയോളം വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എനിക്കൊരു 50 രൂപ കടം തരണമെന്ന്. അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഇവൻ ഈ ചെറിയ പ്രായത്തിൽ എന്തിനാണ് രൂപ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവൻ വളരെ വിഷമത്തോടു കൂടി അവൻ്റെ റൂമിലേക്ക് പോയി. പക്ഷെ അച്ഛൻ കുറച്ചു കഴിഞ്ഞപ്പോൾ, എന്തായാലും എൻ്റെ കുഞ്ഞല്ലേ, അവനൊരു 50 രൂപ കൊടുക്കാം എന്നുള്ള ചിന്തയോടുകൂടി അവൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി മകനെ വിളിച്ചുണർത്തി 50 രൂപ കൊടുത്തു. എന്തിനാണ് മകനെ നിനക്ക് ഈ രൂപ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അവൻ്റെ തലയണയുടെ കീഴിൽ നിന്ന് വീണ്ടും 5ൻ്റെയും 10ൻ്റെയും ഒക്കെ തുട്ടുകൾ പറക്കിയെടുത്ത് ഒരു 100 രൂപയാക്കി അച്ഛന് കൊടുത്തു. അച്ഛൻ ചോദിച്ചു, എനിക്കെന്തിനാണ് ഈ പണം? അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. നാളെ അച്ഛൻ്റെ 1 മണിക്കൂർ എനിക്ക് വേണ്ടി ചിലവഴിക്കണം, എന്നോടൊപ്പം ഒന്ന് കളിക്കാനിരിക്കണം, എന്നോടൊപ്പം ഒന്ന് പുറത്തു വരണം, അതിന് അച്ഛൻ്റെ ശമ്പളം ഞാൻ തരാം. സത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് സ്നേഹം കൊടുക്കുവാനും ലാളിക്കുവാനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അവരെ സ്നേഹിച്ചിട്ടൊരു കാര്യവുമില്ല. ആവശ്യ സമയത്ത് കിട്ടേണ്ട പണവും ആവശ്യത്തിന് കിട്ടേണ്ട സ്നേഹവും അതാത് സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കിട്ടിയിട്ടോ കൊടുത്തിട്ടോ ഒരു കാര്യവുമില്ല.